ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. 2030 രാജ്യത്തെ ആകെ വാഹന വിൽപ്പനയുടെ പകുതിയായി വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന ഉയരണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. 2070 ആകുമ്പോഴേക്കും സീറോ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യയിൽ ഇന്ത്യയ്ക്കൊപ്പമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ കാറുകളാണ് ഇന്ത്യയിൽ ഓരോ വർഷവും വിറ്റുപോകുന്നത്. ഇതോടൊപ്പം അന്തരീക്ഷം മലിനമാക്കാതിരിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തം കൂടി നാം ഓരോരുത്തർക്കുമുണ്ടെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. വാഹന വിൽപ്പന ഉയരുന്നത് സമ്പദ്വ്യവസ്ഥയ്ക്ക് നല്ല വാർത്തയാണ്. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് പരിസ്ഥിതിക്ക് മോശം വാർത്തയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സംഘടിപ്പിച്ച 3ാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ സർക്കുലേറ്ററിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന 2030 35% കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ 2070 മലിനീകരണം 0 ഇത് 50% ഉയരണം. 2030 കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം 5 മെട്രിക് ടൺ കുറയ്ക്കാൻ വൈദ്യുത വാഹനങ്ങൾക്ക് കഴിയും. ഈ ദശകത്തിന്റെ അവസാനത്തോടെ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന 1 കോടിയിലെത്തുമെന്നാണ് കണക്കാക്കുന്നതെന്നും ഇത് 50 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തലസ്ഥാനവാസികളുടെ മെട്രോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക്. മെട്രോ അലൈൻമെന്റിന്റെ അന്തിമ രൂപരേഖയ്ക്ക് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയേക്കും. വ്യത്യസ്ത അലൈൻമെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ അലൈൻമെന്റ് നിർദ്ദേശങ്ങളാണ് സർക്കാരിന് സമർപ്പിച്ചത്. ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ അലൈൻമെന്റ് ഏതാണെന്ന് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഈ മാസം അവസാനത്തോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ബെഹ്റ പറഞ്ഞു. അലൈൻമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പദ്ധതി കേന്ദ്ര സർക്കാരിന് അയക്കുന്നതിന് മുൻപ് KMRL വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അയക്കും. എന്തെങ്കിലും മാറ്റമുണ്ടായാൽ പദ്ധതി നിർവഹണ ഏജൻസിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ വീണ്ടും മാസങ്ങൾ വേണ്ടി വന്നേക്കുമെന്നും ബെഹ്റ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഒന്നിലധികം അലൈൻമെന്റ് ഓപ്ഷനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചാണ് കടന്നുപോകുന്നത്. കഴക്കൂട്ടത്തു നിന്ന് ആരംഭിച്ച കിഴക്കേക്കോട്ട വരെ നീളുന്ന അലൈൻമെന്റാണ് സംസ്ഥാന സർക്കാർ താൽപര്യപ്പെടുന്നത്. നിർദ്ദേശിക്കപ്പെട്ട അലൈൻമെന്റുകളിലൊന്ന് ശ്രീകാര്യം മെഡിക്കൽ കോളേജ് PNG വഴി കടന്നുപോകുമ്പോൾ മറ്റൊന്ന് പട്ടം ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിളിന് 100 കോടി രൂപ പിഴ ചുമത്തി ഇന്തോനേഷ്യ. നിയമവിരുദ്ധമായ വിപണി തന്ത്രങ്ങൾ ആരോപിച്ചാണ് ഇന്തോനേഷ്യയിലെ ആന്റി ട്രസ്റ്റ് ഏജൻസിയുടെ നടപടി. ഗൂഗിൾ $12.4 ദശലക്ഷം പിഴയൊടുക്കണമെന്നാണ് ഇന്തോനേഷ്യയിലെ ആന്റി ട്രസ്റ്റ് ഏജൻസി വ്യക്തമാക്കിയതെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ വിതരണ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ പേയ്മെന്റ് സംവിധാനത്തിൽ ഗൂഗിൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് ഏജൻസി കണ്ടെത്തിയത്. വിപണിയിലുള്ള തങ്ങളുടെ മേധാവിത്വം മറയാക്കി മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച ഉയർന്ന നിരക്കിൽ ഗൂഗിൾ പ്ലേ ബില്ലിംഗ് ഉപയോഗിക്കാൻ ഇന്തോനേഷ്യൻ ആപ്പ് ഡെവലപ്പർമാരെ ഗൂഗിൾ നിർബന്ധിച്ചു എന്ന സംശയത്തിൽ ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിനെതിരെ ആന്റി ട്രസ്റ്റ് ഏജൻസി 2022 അന്വേഷണം ആരംഭിച്ചിരുന്നു. ഗൂഗിൾ പ്ലേ ബില്ലിംഗ് സംവിധാനം ഉപയോഗിച്ചില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ നീക്കം ചെയ്യുമെന്ന് ഗൂഗിൾ ഭീഷണിപ്പെടുത്തിയെന്ന് ഏജൻസി കണ്ടെത്തി. വിപണിയിലെ കുത്തക ഒഴിവാക്കാനുള്ള ഇന്തോനേഷ്യൻ നിയമം ഗൂഗിൾ ലംഘിച്ചതായും ആന്റി ട്രസ്റ്റ് ഏജൻസി വ്യക്തമാക്കി. ഗൂഗിൾ പ്ലേ ബില്ലിംഗ് വഴി 30% അധികം തുക ഗൂഗിൾ ഈടാക്കിയെന്നും അന്വേഷണ സംഘം പറയുന്നു. ഇന്തോനേഷ്യയിൽ 93% മാർക്കറ്റ് ഷെയറും കൈയാളുന്ന ഡിജിറ്റൽ കമ്പനിയാണ് ഗൂഗിൾ. അതേസമയം പിഴ ചുമത്തുന്നതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഗൂഗിൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിയേറ്ററിൽ ഇഷ്ടമുള്ള സിനിമ പ്രേക്ഷകന് തെരഞ്ഞെടുത്ത് കാണുന്നതിനുള്ള പുതിയ ഫീച്ചറുമായി PVR INOX. സ്ക്രീനിറ്റ് എന്ന പുതിയ ആപ്പ് വഴി കാണേണ്ട സിനിമ, തിയേറ്റർ, സമയം എന്നിവ സെലക്ട് ചെയ്ത് പ്രേക്ഷകർക്ക് സ്വന്തമായി ഷോ ക്രിയേറ്റ് ചെയ്ത് സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതാണ് സംവിധാനം. അടുത്തിടെയായി റിലീസ് ചെയ്ത സിനിമകളുടെ വിജയമാണ് സ്ക്രീനിറ്റ് എന്ന പുതിയ ഫീച്ചർ ആവിഷ്കരിക്കാൻ കാരണമെന്ന് PVR വക്താക്കൾ പറഞ്ഞു. പഴയകാല ക്ലാസിക് സിനിമകൾ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് കാണാൻ ഇത് അവസരമൊരുക്കും. കുറഞ്ഞത് 2 ടിക്കറ്റുകളാണ് ഇത്തരത്തിലുള്ള ഷോ നടത്തുന്നതിനായി ബുക്ക് ചെയ്യേണ്ടത്. സ്ക്രീനിറ്റ് വെറുമൊരു പ്ലാറ്റ്ഫോം എന്നതിലുപരി സിനിമാറ്റിക് അനുഭവം പുനർനിർവചിക്കുന്നതിനുള്ള പുതിയ കാല ചുവടുവയ്പ്പാകുമെന്ന് അധികൃതർ പറഞ്ഞു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് സ്വീകാര്യതയേറുന്നതോടെയാണ് പുതിയ പരീക്ഷണങ്ങളുമായി രാജ്യത്തെ മുൻനിര മൾട്ടിപ്ലക്സ് ഗ്രൂപ്പ് രംഗത്തെത്തുന്നത്. മറ്റു സുഹൃത്തുക്കളെ തങ്ങൾ ക്രിയേറ്റ് ചെയ്ത സിനിമാ ഷോ കാണാനായി ക്ഷണിക്കുമ്പോൾ റിവാർഡ് പോയിന്റുകൾ നേടാനുള്ള അവസരവും സ്ക്രീനിറ്റ് വഴി ലഭ്യമാക്കും.
ഉടൻ തന്നെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. തിയേറ്ററിലിരിക്കുന്ന സമയത്തിന് മാത്രം പണം നൽകിയാൽ മതിയാകുന്ന ഫ്ലെക്സി ഷോ സംവിധാനവും PVR അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതിയുടെ വില കുറഞ്ഞ മോഡലായ എസ്പ്രസോയുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതായി കണക്കുകൾ. 2024 ഡിസംബർ മാസത്തിൽ വെറും 8 യൂണിറ്റ് എസ്പ്രസോ കാറുകൾ മാത്രമാണ് മാരുതി വിറ്റത്. ഉപഭോക്താക്കൾക്കിടയിൽ ഏറെ ജനപ്രിയമാണ് രാജ്യത്തെ ഒന്നാം നിര ബ്രാൻഡായ മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ. ഇതിൽ വാഗണാർ, സ്വിഫ്റ്റ്, ബലേനോ തുടങ്ങിയ മോഡലുകളാണ് മാരുതി സുസുക്കി വൻതോതിൽ വിറ്റഴിക്കുന്നത്. 2024 ഡിസംബറിൽ മാരുതി വാഗണാർ പോലെയുള്ള ഹാച്ച്ബാക്കുകൾ 17,000-ലധികം യൂണിറ്റ് വിറ്റഴിച്ചപ്പോൾ കമ്പനിയുടെ വില കുറഞ്ഞ മോഡലായ എസ്പ്രസോയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ. വെറും 8 യൂണിറ്റ് എസ്പ്രസോ കാറുകൾ മാത്രമാണ് കഴിഞ്ഞ ഡിസംബറിൽ മാരുതി വിറ്റഴിച്ചത്. ഈ കാലയളവിൽ മാരുതി എസ്പ്രസോയുടെ വിൽപ്പനയിൽ കമ്പനി പ്രതിമാസയടിസ്ഥാനത്തിൽ 99.65% ഇടിവ് രേഖപ്പെടുത്തി. 1.0 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എസ്പ്രസോയുടെ കരുത്ത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സ്റ്റാൻഡേർഡായി ലഭിക്കുന്ന കാറിൽ 5 സ്പീഡ് AMD ഗിയർ ബോക്സിന്റെ ഓപ്ഷനുമുണ്ട്. ഈ എഞ്ചിനിൽ CNG കിറ്റിന്റെ ഓപ്ഷനും ലഭ്യമാണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ മാത്രമേ ഇതിൽ ലഭ്യമാകൂ. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അടക്കമുള്ള ഫീച്ചറുകളുള്ള വാഹനത്തിന് 4.26 ലക്ഷം മുതലാണ് എക്സ് ഷോറൂം വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.